ഇനി വിദേശ വാർത്തകളിലേക്ക്. ഗസയിൽ കൊടും തണുപ്പിൽ 7 പേരും ഇസ്രയേൽ ആക്രമണത്തിൽ 27 പേരും കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വരുന്നത്. ഇസ്രയേലിലെ ജയിലിൽ 5 പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും വാർത്തയുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ്. 3 ഹായും ഓക്കെയാണ്. എന്തൊക്കെയാണ് പി ജെയിംസ്? ജെയിംസ്, ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ വെൽക്കം 25 from 24. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ്. 2024 അവസാനത്തെ ദിവസമാണല്ലോ. മാത്രമല്ല ഈ വർഷത്തെ ലാസ്റ്റ് തള്ളായിരിക്കും അത്, അല്ലേ? തള്ളേണ്ട കാര്യമില്ല, യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക്. മിഡിൽ ഈസ്റ്റ്, തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ ഗസയിൽ വല്ലാത്ത രീതിയിലുള്ള യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 24 മണിക്കൂറിനുള്ളിൽ 27 പേർ കൂടി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ 45,541 എന്ന അപകടകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ തന്നെ ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം, അവിടെ വലിയ തണുപ്പാണ്, കൊടും തണുപ്പാണ്. ടെൻറ്റുകളിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. ആ ടെൻറ്റുകൾക്ക് നേരെയാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത്. പ്രളയം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രളയത്തിൽ ഒരുപാട് ടെൻറ്റുകൾ മുങ്ങിപ്പോയി, കിടക്കാൻ സ്ഥലമില്ല. ഈ അതിശൈത്യത്തിൽ 7 പേർ മരിച്ചുപോയെന്ന വാർത്തയാണ് വരുന്നത്. ഈ മണിക്കൂറുകളിൽ 1 മാസം പ്രായമായ ഒരു പാലസ്തീൻ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് ആ കുഞ്ഞിൻ്റെ ഇരട്ട സഹോദരൻ, അതും 1 മാസം ഇതായിട്ടുള്ള കുഞ്ഞാണ്, അവരും മരണമടഞ്ഞു. അത് ശൈത്യത്തെ തുടർന്നാണ്. അപ്പോൾ ശൈത്യം, മഴ, ഇതുകൂടാതെ ഇസ്രായേലിൻ്റെ ബോംബിംഗ്. ഗസ എന്ന 23 ലക്ഷം പേർ താമസിക്കുന്ന ഒരു മുനമ്പ് അത് വലിയ രീതിയിൽ കത്തുകയാണ്. മനുഷ്യർ സങ്കട കടലുകളിൽ മുങ്ങിയിരിക്കുന്നു. ആ തരത്തിൽ വലിയ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഇടയ്ക്കൊക്കെ ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുക്കുന്നുണ്ട്. ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ തൊടുക്കുന്നത് ഏതാണ്ട് നിന്ന മട്ടാണ്. കാരണം അവിടെ വെടിനിർത്തൽ കരാർ വന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലംഘനമുണ്ടായെങ്കിലും ഇപ്പോൾ അവിടെ കാര്യങ്ങൾ തണുത്തിരിക്കുന്നു. അതിനിടയിൽ യമനിൽ നിന്ന് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈല് ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചു. ഇസ്രായേൽ അവകാശപ്പെടുന്നത് അത് ടെല്ലവീവിൽ പതിക്കുന്നതിന് മുമ്പേ അത് തകർത്ത് കളഞ്ഞുവെന്നാണ്. എന്തായാലും ഹൂതികളുടെയും ഇസ്രായേലിൻ്റെയും സംഘർഷം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ, രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നു. അവിടെ UN പരാതി നൽകിയിരുന്നു. ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവിടെ തലസ്ഥാനമായ സനയടക്കം അവരുടെ എനർജി സെൻറ്റേഴ്സ്, വൈദ്യുത കേന്ദ്രങ്ങൾ എല്ലാം തകർക്കുന്ന രീതിയിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ചെങ്കടലിൽ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു എന്ന പേരിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണത്തിന് പിറകെയാണ് ഇപ്പോൾ ഇസ്രായേൽ നിരന്തരമായി ഏതാണ്ട് 2000-ഓളം കിലോമീറ്റർ പറന്നു ചെന്നാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അവിടെ മരണം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദ്നം ഉള്ള സമയത്താണ് അവിടെ വന്ന് സനയുടെ എയർപോർട്ടിൽ ബോംബ് വീണത്. അദ്ദേഹം നിൽക്കുന്നിടത്തുനിന്ന് ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് ഇസ്രായേലിൻ്റെ ബോംബ് വർഷമുണ്ടായത്. തലനാരിഴക്കി ലോകാരോഗ്യ സംഘടനയുടെ തലവൻ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഹെസ്ബുള്ള, ഇസ്രായേൽ ഹൂതികൾ, ഈ സംഘർഷവും യുദ്ധവും നീണ്ടുപോകുന്നു. പുതുവർഷത്തിലെങ്കിലും ഇത് അവസാനിക്കുമോ എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലി ജയിലിൽ 5 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 7-ന് ശേഷം കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 54ആയി. ഗസയിൽ നിന്ന് മാത്രം 34 പലസ്തീനികൾ ഇസ്രായേലി ജയിലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് പറയുന്നൊരു കാരണം, 100-ലേറെ ബന്ദികൾ ഇപ്പോഴും ഗസയിൽ ഹമാസിൻ്റെ കൈവശമുണ്ട്. അതിൽ 33 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേലുകാർ പരസ്പരം കൊല്ലുന്ന തരത്തിലേക്ക്, തടവുകാരെ കൊല്ലുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു കാര്യം നമുക്ക് ക്ഷോഭമുണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യ ചൈന യുദ്ധം 1962. ഈ കാലത്ത് ചൈന പിടിച്ചെടുത്ത ആക്സായ് ചിന്നിൽ കൂടി ഒരു റോഡ് വെട്ടി എന്ന രീതിയിൽ വാർത്ത, മാത്രമല്ല 2 കൗണ്ടികൾ അവർ തുടങ്ങി ചൈനക്കാർ എന്ന് വാർത്ത വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടനാഴിക്ക് പാരലായിട്ടൊരു ഇടനാഴി ഉണ്ടാക്കി പാകിസ്ഥാനിലേക്ക് സാധനങ്ങളും സാമഗ്രികളും വാണിജ്യോപകരണങ്ങളും ഒക്കെ കയറ്റി അയക്കാനുള്ള നീക്കമാണ് ചൈനയുടേത്. അപ്പോൾ എങ്ങനെയാണ് ജെയിംസ് ഇതിനെ നോക്കിക്കാണുന്നത്? ചൈന കഴിഞ്ഞ നാളുകളിലാണ്, വളരെ കുറച്ച് മുമ്പാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം 2020 തുടങ്ങിയതാണ്. 4 വർഷം കഴിഞ്ഞാണ് അതിൽ ശമനമുണ്ടായത്. ചൈനയുടെ സൈന്യം നമ്മുടെ മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്ന് പിന്മാറാൻ സമ്മതിച്ചു. അത് ഘട്ടം ഘട്ടമായിട്ടാണ് പിന്മാറിയത്. ഒടുവിൽ നമ്മൾ വലിയ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള പ്രയോഗം ഏതാണ്ട് ശരിയാണ്. കാരണം
നമ്മുടെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളും അജിത് ഡോവലൊക്കെ അവിടെ പോയി ചർച്ച നടത്തി വന്നതിൻ്റെ പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പിടിച്ചെടുത്ത 38,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അക്സായ് ചിന്നിൽ. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് 2 കൗണ്ടികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ കാശ്മീരിലൊക്കെ നടത്തിയ ഇടപെടലിനെ കുറിച്ചും ലഡാക്ക് പ്രത്യേക പ്രവിശ്യയായിട്ട് പ്രഖ്യാപിച്ചതിനെ കുറിച്ചൊക്കെ അവർ വലിയ രീതിയിൽ യൂണിയൻ ടെറിട്ടറിയായി പ്രഖ്യാപിച്ചതിനെ കുറിച്ചൊക്കെ ചൈന പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ചൈന ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ 2 കൗണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു സ്റ്റേറ്റിന് തുല്യമായ തരത്തിൽ അവിടെ 1355 കൗണ്ടികളാണ് ചൈനയിലുള്ളത്. അതിൽ പുതിയ 2 എണ്ണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനെതിരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യക്ക് വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ ഈ നീക്കങ്ങളെ കാണുന്നത്. കാരണം ചൈന ഇപ്പോഴും അവരോട് ഇത് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉള്ളത് SK, നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടനാഴി വരുന്നു. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് UAE അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ വഴി യൂറോപ്പിലേക്കും മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് അമേരിക്കയിലേക്ക് വരെ ചെന്നെത്താവുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര ഇടനാഴി, അതിൽ ഗൾഫ് രാജ്യങ്ങൾ, ഇറാൻ എല്ലാവരും പങ്കാളികളാക്കിക്കൊണ്ട്, സൗദി ഒക്കെ പങ്കാളികളാക്കിക്കൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള അമ്പരപ്പ് ചൈനയ്ക്കും പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അപ്പോൾ ചൈന പാകിസ്ഥാൻ വഴി അവർ പുതിയ ഒരു റൂട്ട് തുറന്നിരിക്കുന്നു. വാണിജ്യം ചൈനയിൽ നിന്നുള്ള ചരക്ക്, പാകിസ്ഥാനിലെ ചരക്കുകളൊക്കെ UAE-യിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ, അത് ഗൊദാർ പോർട്ട് വഴി UAE-യിലേക്ക് എത്തുന്ന രീതിയിലേക്കൊരു റൂട്ട് തുറന്നിരിക്കുന്നു. അത് ഇന്ത്യക്ക് അത്ര ഗുണകരമല്ല. പ്രത്യേകിച്ച് ഇന്ത്യ നടത്താൻ പോകുന്നതിന് ബദലായിട്ട് ഇവർ തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാവുന്നതിൻ്റെ സൂചനയായിട്ട് കാണേണ്ടി വരും. അതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും താലിബാനായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ഒരുപാട് പേര് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഭാഗത്തുനിന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം വളരെ വഷളായി തുടരുകയാണ് SK. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ടാണ് കാണുന്നത് SK. താങ്ക് യു BP ജെയിംസ്. ഇനി നമുക്ക് വൈകുന്നേരം കാണാം, രാത്രി 7 മണിക്ക്. ഓക്കെ. ആർ റഫീഖ്, ഇന്നലെ താങ്കളെ ഖത്തറിൽ നിന്ന് ചീത്ത വിളിച്ച ആളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഇന്നോ നാളെയോ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അത് അദ്ദേഹത്തിനെതിരെ നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല, ഇതുപോലെ 10-20 ആളുകൾക്ക് എതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നു. വൃത്തികെട്ട ഭാഷയിൽ, നെറികെട്ട രീതിയിലൊക്കെ ഉപയോഗിച്ച ആളുകളെ ഒക്കെ തന്നെ നിയമപരമായി നമ്മൾ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നിർദോഷമായ അഭിപ്രായങ്ങൾ പറയുകയും നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്ത ആളുകളോട് നമുക്ക് സന്തോഷമേ ഉള്ളൂ.